ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്നാണെന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇട്ടപ്പോഴേ അതിൻ്റെ അടിയിൽ പ്രീത എന്നാന്ന് തോന്നുന്നു, അയ്യോ പേര് മറന്നുപോയേ, എങ്കിലും വന്ന് ചോദിച്ചു, വീട്ടിൽ കിടന്ന് മുറ്റത്ത് കിടന്ന് എനിക്ക് ₹1 കോയിൻ കിട്ടി, ആ പൈസ എന്ത് ചെയ്യണം എന്ന്, പേടിയാണ് അതെടുത്ത് കൈ സൂക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ വീഡിയോകൾ, കുറേ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളൊക്കെ എനിക്ക് വന്നു. നേരിട്ട് ചിലർ ചോദിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, അങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. പണ്ട് നമ്മൾ പറയും, ഈ എന്നാ പറയുക, ഇങ്ങനെ ഈ കവടിയൊക്കെ നിരത്തി പറയണവർ പറയണ കേൾക്കാം, അത് കൂടോത്രം കൊണ്ടി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ എന്നാ ബാധയോ ഏതാണ്ടൊക്കെ ഇങ്ങനെ ചെയ്ത് ഇടുന്ന പൈസകളാണ് എന്നൊക്കെ ചുമ്മാ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാറുണ്ട് അല്ലേ. അപ്പം അതാണെന്നോർത്തോണ്ട് നമ്മൾ പേടിച്ചെന്ത് കാണിക്കും? ഈ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പുഴയിലേക്കോ തോട്ടിലേക്കോ എറിഞ്ഞു കളയും, അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ അമ്പലത്തിലിടും. ഇതൊക്കെയാണ് സാധാരണ, പള്ളിയുടെ ഭണ്ഡാരത്തിൽ കൊണ്ടിടും, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും ഇല്ലേ. എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ റോഡിൽ കിടന്ന് നോട്ടായിട്ടും കിട്ടിയിട്ടുണ്ട്, പൈസയായിട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ഞാനും പേടിച്ച് കൊണ്ടുവന്ന് അമ്പലത്തിൻ്റെ ഭണ്ഡാരത്തിൽ കൊണ്ടിടും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമായിരുന്നു. പിന്നീട് ഞാനിങ്ങനെ പലരും പറയണ കേട്ടു, ഒരു സ്വാമിജിയുടെ പ്രഭാഷണം കേട്ടപ്പോഴോ ഒക്കെ എനിക്ക് മനസ്സിലായത്, അങ്ങനെ കിട്ടുന്ന പൈസകളൊന്നും നമ്മൾ കളയരുത്, നമ്മൾ അത് സൂക്ഷിച്ചു വെക്കണം, അത് കഴുകുകയോ ചെയ്യരുത്, അത് നമ്മൾ നമ്മുടെ പേഴ്സിൽ അത് സൂക്ഷിച്ചു വെച്ചേക്കണം. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ച് യാത്ര പോകുമ്പോഴായി പൈസ കിട്ടണമെന്ന് വെച്ചു, നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കോളേജിലേക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലും പണിക്ക് പോകുന്ന സമയത്തൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ആ പൈസ നമ്മൾ കാണുമ്പം എടുക്കുക. അപ്പം നമ്മൾ എന്ത് കാര്യത്തിനാണ് പോകുന്നതെങ്കിൽ അതിലൊരു സക്സസ്, ഒരു വിജയം നമുക്ക് ഉണ്ടായിരിക്കും. നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ഈ പൈസ കിട്ടുന്നതെങ്കിൽ, ₹1 എത്ര രൂപയാണെങ്കിലും കിട്ടുന്നതെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരു ധനവരവ് സൂചിപ്പിക്കുന്നതാണ് അത് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലേക്ക് പണം വരുന്നുണ്ട്, എവിടെ നിന്നൊക്കെയോ നമുക്ക് ഒന്നെങ്കിൽ ചിട്ടിയടിച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും തരാനുള്ള പൈസയോ, കിട്ടാണ്ട് കിടന്ന കടങ്ങൾ തിരിച്ചു കിട്ടുന്നതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം അത് നമുക്ക് നല്ലതല്ലേ. അപ്പോൾ എത്ര രൂപയാണെങ്കിലും എവിടെ കിടന്ന്, നമ്മുടെ വീടിൻ്റെ പരിസരത്തോ മെയിൻ റോഡിലോ കിടന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ കളയരുത്, അതേപടി നമ്മുടെ പേഴ്സിലെടുത്തത് സൂക്ഷിച്ചു വെച്ചേക്കുക. നല്ലതാണ് നമുക്ക് വരാൻ പോകുന്നത്. ₹1 പോലും മഹാലക്ഷ്മിയുടെയാണ് ഇല്ലേ. പൈസ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം തരുന്നതാണെന്നാണ് വിശ്വാസം. കാരണം അതിനെ നമ്മൾ എത്രമാത്രം സേവ് ചെയ്യുന്നു അതുപോലെ നമ്മുടെ പേഴ്സിനകത്ത് നമ്മുടെ കയ്യിലും പണം ഉണ്ടാകും. അല്ലാണ്ട് ഈ അന്ധവിശ്വാസം പോലെ അതിനെ എടുത്ത് കളയരുത്. ₹1 1 കോടി രൂപയ്ക്കകത്തുള്ളതല്ലേ. നമ്മൾ ചിന്തിച്ചു, ₹1 നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ₹1 കോടി രൂപയ്ക്കകത്തുള്ള ഒരു അംഗമാണത്. നമ്മുടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരിൽ ഒരാളാണ് നമ്മൾ എന്ന് പറയുന്ന പോലെ ഈ രൂപയും അതിനകത്തൊരു അംഗമാണ്. അപ്പം നമ്മളതിനെ സേവ് ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുക, എടുത്ത് കളയരുത്. ഒരിടത്തും ഇടണ്ടാന്ന്, ഭണ്ഡാരത്തിലൊന്നും ഇടണ്ട, നമ്മുടെ പേഴ്സിൽ സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതി. പിന്നെയുണ്ട്, ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ നമുക്ക് പൈസ കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ ഭാഗ്യത്തോടെ എടുക്കുക. നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന് പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുലദേവതകളുടെ ഒക്കെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കങ്ങനെ പൈസ കിട്ടുന്നതെന്ന്. അപ്പോഴും അതും നമ്മൾ നമ്മുടെ പേഴ്സിലാണ് സൂക്ഷിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. നമ്മുടെ പൂർവീകർ മരിച്ചുപോയവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഈ പൈസകളൊക്കെ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഈ റോഡിലൊക്കെ കിടന്നുള്ള പൈസകളൊക്കെ കിട്ടുന്നത്. വഴി കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഒക്കെ നമുക്ക് ₹1 നമ്മൾ അറിയില്ല, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ചാടിപ്പോകുന്നതായിരിക്കാം കേട്ടോ. അല്ലാണ്ട് ദൈവം കൊണ്ടിടുന്നതല്ല, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ചാടിപ്പോകുന്നതാണ്. അത് നമ്മളാണ് അർഹതപ്പെട്ടത്, അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. ₹1 പോലും അത് നമുക്ക് അർഹതയുള്ളതുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നതെന്ന് നമ്മൾ സങ്കല്പിക്കണം. അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വഴി മുഴുവൻ ഇങ്ങനെ പൊഴിച്ചിട്ടുണ്ട് പോകുമെന്നല്ലോ പൈസ. അപ്പം നമ്മളിലേക്ക് വരുന്ന ഓരോ രൂപ പോലും നമുക്ക് സമ്പാദ്യം കൊണ്ടു തരുന്നതാണ്. ഒന്ന് ശരിക്കും ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ പണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ₹100 ഒരു ദിവസം ഞാനിവിടെ നിന്ന് നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോയപ്പോൾ ബസ് സ്റ്റോപ്പിൽ കിടന്ന് കിട്ടി. എനിക്ക് ഭയങ്കര വിഷമം, എടുക്കണ്ടോ എന്ന്. അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് അതിനെ എടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് ദൂരെ ഒരു പള്ളിയുടെ ഇതുണ്ട്, ഭണ്ഡാരമില്ലേ, അതിനകത്ത് കൊണ്ട് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായത്. എൻ്റെ മനസ്സ് മുഴുവൻ ഇങ്ങനെ പേടിയാ, അയ്യോ ഇത് എടുക്കണ്ടോ എന്ന്. പിന്നീട് ഞാനിങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഒരു അമ്പലത്തിലൊരു പ്രഭാഷണം നടത്തുന്നത് കേട്ടു. ഇങ്ങനെ നമുക്ക് വഴിയിൽ കിടന്നൊക്കെ പൈസ കിട്ടുവാണെങ്കിൽ അതിനെ എടുത്ത് സൂക്ഷിച്ചു വെക്കുക. നമുക്ക് മഹാലക്ഷ്മി നമ്മൾക്ക് തരുന്ന പൈസകളാണത്. പിന്നെ പൂർവികരുടെ അല്ലെങ്കിൽ നമ്മളുടെ മുതിർന്നവരുടെ അനുഗ്രഹം നമുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴാകട്ടെ
ഓ ശരിയാണല്ലോ എന്ന്. അല്ല അപ്പം നമുക്ക് ഉള്ള ഭാഗ്യം കൂടെ നമ്മൾ കൊണ്ട് ഭണ്ഡാരക്കുറ്റിയിലിട്ട് കളയുകയും ചെയ്തു ഇല്ലേ. അപ്പം അങ്ങനെയുള്ള പൈസകളൊക്കെ ഇത് അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രൂപത്തിൽ വേണം എടുക്കാം. വിശ്വാസം ഇല്ലാത്തവർ ഇതൊന്നും ചെയ്യേണ്ട, വിശ്വാസമുള്ളവർ അതനുസരിച്ച് ചെയ്യുക. വിശ്വാസം ഇല്ലാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ, ചുമ്മാ പറയുന്നു വേറെ പണിയൊന്നുമില്ല, ആരെങ്കിലും കയ്യിൽ ചാടിപ്പോണം, അത് നമുക്ക് അർഹതയുള്ളതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ അന്ധവിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൈസയല്ലേ, പൈസയ്ക്കല്ലേ നമ്മൾ ഓരോരുത്തരും പണിയെടുക്കുന്നു, ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നു, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോലാഹലങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടുന്നത്. അപ്പം അതിനെ പരമാവധി നമ്മൾ കിട്ടുന്നതിനെയൊക്കെ സേവ് ചെയ്ത് വെച്ചോളുക. നമ്മളിലേക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും. അത് മഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് വെക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന പൈസ ഒരു മഞ്ഞ തുണി പൊതിഞ്ഞ് നമ്മുടെ പേഴ്സിൽ വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ പണം വെക്കുന്ന പെട്ടി എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വെക്കുന്നത് നല്ലതാണ്. പൈസേനെ തൊട്ട് ഇങ്ങനെയൊക്കെ പൈസയൊക്കെ നിലത്തുനിന്ന് കിട്ടുമ്പോൾ അതിനെ തൊട്ട് കണ്ണയിലൊക്കെ വെക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന്, യൂണിവേഴ്സിന് നന്ദി പറയുക. ഈ പ്രപഞ്ചത്തിൽ നമുക്കുള്ളതേ ഉള്ളൂന്നേ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയില്ലോ, ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് ജീവിക്കാനുള്ള സ്വർണങ്ങളും രത്നങ്ങളും വജ്രങ്ങളും പൈസയും ഒക്കെ നിറഞ്ഞിരിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ആത്മാർത്ഥതയായിട്ടാണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വരും. ആത്മാർത്ഥത ഇല്ലാതെയാണോ അതനുസരിച്ചേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പണിയും കൂടെ ചെയ്യുക. ചുമ്മാ ഇരുന്നിട്ടൊന്നും ആരുടെ അടുത്തേക്ക് ഒരു പൈസ പോലും വരികയില്ല. അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ അത്രയും നമ്മുടെ അടുത്തേക്ക് വരും. അതൊരു അട്രാക്ഷനാണ്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഓരോ വാക്സിൻ പോലും, നമ്മൾ കൊറോണ വാക്സിൻ ഓർത്ത് ഇത് ഉണ്ടാക്കണം, ഇത് ജനങ്ങളെ രക്ഷിക്കണം എന്നുള്ള ചിന്തയോടുകൂടി തന്നെ അവരെ പണിത് ഇന്ന രീതി ഉണ്ടാക്കി വാക്സിൻ കണ്ടുപിടിക്കണുണ്ടല്ലേ. ഓരോ കാര്യം ഓരോ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കണം എന്നുള്ള ചിന്തയോടുകൂടി ചെയ്താൽ മാത്രമേ നമ്മളിലേക്ക് വരുള്ളൂ. അത് മാത്രം നമ്മൾ ചിന്തിക്കുക. അത് തന്നെയാണ് ഈ പൈസേനെ കിട്ടുമ്പം അതിനെ തട്ടിത്തെറിപ്പിച്ച് കളയാതിരിക്കുക. അതിനെ സ്നേഹത്തോടുകൂടി, അതൊരു എനർജിയാണെന്നാണ് പറയുന്നത് പൈസ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളിലേക്ക് തന്നെ വരും, ഒഴുകി വരും. നമ്മൾ എത്രമാത്രം ഇഷ്ടപ്പെട്ടാലും അത്രയും നമ്മുടെ കൂടുതലേക്ക് വരും. ഓ പൈസയല്ലേ, 1 രൂപയല്ലേ, പോട്ടെ, അങ്ങനെ പറയരുത്. 1 രൂപ പോലും നമുക്ക് പ്രധാനപ്പെട്ടായിരിക്കണം. 25 പൈസ 10 പൈസ പോലും നമുക്ക് പ്രധാനപ്പെട്ടായിരിക്കണം. അതിനെ നമ്മൾ പുച്ഛിക്കരുത്, പണക്കാരെ പുച്ഛിക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് അവൻ നല്ല മാർഗത്തിൽ കൂടെയൊന്നുമില്ല, അവൻ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചാൽ എന്ന് നമ്മൾക്കറിയത്തില്ല ഇല്ലേ. ഇപ്പം മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർ ഒരു 20, 22 അല്ലെങ്കിൽ 25 വയസ്സുള്ളവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവനൊരു 40 വയസ്സാകുമ്പോൾ കോടീശ്വരനാകും ഓട്ടോമാറ്റിക്കായിട്ട്. നല്ല ഷെയറിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുന്നവർക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ആ സമയത്ത് അവൻ കോടീശ്വരനായതിന് അവൻ പെട്ടെന്ന് ആരാണ്ട് തട്ടിപ്പറിച്ചെടുത്ത, അവൻ പറ്റിച്ചെടുത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമ്മൾ പറയണ്ട. ഏത് നിമിഷം വേണം ആർക്കും വേണമെങ്കിൽ രക്ഷപ്പെടാം. അത് നമ്മൾ ഒരു തുടർച്ചയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ചുമ്മാ കുത്തിയിരുന്നിട്ട് നമ്മൾ കുറ്റം പറയാൻ പോകരുത് ആരെയും. അതേപോലെ നമുക്ക് കിട്ടുന്ന പൈസേനെ നമ്മൾ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുക. ഒരു പൈസ പോലും മോശമല്ല. ഒരു പൈസ പോലും റോഡിൽ കിടന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കരുത്, അതിനെ എടുത്തോളുക, നമ്മളോട് ചേർത്ത് നിർത്തിക്കൊള്ളുക. റോഡിൽ കിടക്കുന്ന എന്നെന്ന് പറയണേ, അതൊക്കെ ഇങ്ങനെ വീടിൻ്റെ മുറ്റത്തും ഒക്കെ കിടക്കും ഇല്ലേ. വീടിൻ്റെ മുറ്റത്ത് പറമ്പിലൊക്കെ കിടന്ന് നമുക്ക് 1 രൂപയും 50 പൈസയൊക്കെ കിട്ടും. ഞാൻ തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഇത് എന്തൊരവസ്ഥ ഇതെന്ന്. ഇപ്പം ഞാൻ ചിന്തിക്കണ കഷ്ടമായിപ്പോയല്ലോ എന്നോർത്തുണ്ട്. അപ്പം തോട്ടിലൊക്കെ കൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കൈ പിടിച്ചോണ്ട് നടന്നാൽ വല്ല അപകടം ഓർത്തുണ്ട് കടലാസ് കൂട്ടി പിടിച്ചാൽ കൊണ്ട് കളഞ്ഞ സമയങ്ങളുമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്. അത് നമ്മൾ പൊതിഞ്ഞ് നമ്മുടെ ബാഗ് വയ്ക്കുക. ഒരു മഞ്ഞ തുണി കഷ്ണത്തിൽ പൊതിഞ്ഞ് വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മുടെ ബാഗ് വെച്ചോളുക, നമുക്ക് പൈസ ഉണ്ടായിക്കോളും കേട്ടോ. എന്നിട്ട് നമ്മൾ പണിയും കൂടെ ചെയ്യണേ. പൈസ ഇത് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊലിച്ച് ഉണ്ടായിക്കോളും എന്ന് ഓർത്തുകൊണ്ടിരിക്കരുത്. നമ്മൾ നമ്മുടെ പണികൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ കൂടുതൽ പണം വരും. അപ്പം നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ ആ പണം കിട്ടണമെങ്കിൽ ആ കാര്യം നടക്കും. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ പൈസ റോഡിൽ കിടന്ന് കിട്ടുന്നെങ്കിൽ, വഴി കിടന്ന് കിട്ടുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ പണം ഉണ്ടാവും. നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് പൈസ കിട്ടും കേട്ടോ. അപ്പം അതോർത്തൊന്നും പേടിക്കണ്ട. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ചിന്തിച്ചാൽ മാത്രം മതി. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൈസ ഒന്നും കിട്ടിയെന്ന് ഓർത്ത് ആരും ഒന്നും പേടിക്കൊന്നും വേണ്ടേ. അപ്പം എനിക്ക് കമൻറ്റ് ഇട്ട് ചോദിച്ചാൽ ആ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ ഈ വീഡിയോ. അപ്പം എല്ലാവരും ഇതൊക്കെ കിട്ടുന്ന പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ചു.